ചാനലിലേക്ക് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എകരം കുറവുള്ള വള്ളിത്തലങ്ങൾക്ക് കൃഷി ചെയ്യണം. അതായത് ഒരാൾ പൊക്കമുള്ള വള്ളിത്തല നമുക്ക് വള്ളിയും വന്ന് തന്നെ ചാണകപ്പൊടി വെച്ച് കെട്ടിയെടുത്തിട്ട് നല്ലോണം കൃഷി ചെയ്യുക. നിങ്ങൾ എങ്കിൽ വരി നമുക്ക് എടുക്കുക. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടി കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ മുറിക്കുക. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ എടുക്കും നമ്മൾ. ഇതിപ്പം കെട്ടി വെച്ചതാണ്. ഇതിപ്പം കെട്ടി കഴിക്കുക. ഇതാണ് ഞാൻ പറയുന്ന എകരം കുറവുള്ള വള്ളിത്തല. ഇത് കണ്ണിത്തലെല്ലാം ധാരാളം ഉണ്ടാകും. കണ്ടങ്ങൾ ഇതെല്ലാം കണ്ണിത്തല പൊട്ടുന്നതാണ്, കായുണ്ടാകുന്ന സൈസ്. ഇതിപ്പം നമ്മളെന്ത് പറമ്പിൽ തന്നെയാണ്, ചട്ടിയിലല്ല പറമ്പിൽ തന്നെ കുഴിച്ചിട്ടിട്ട് നല്ലോണം വരുമാനം നേടിയെടുക്കുക. എങ്കിൽ വരി നമ്മൾ കുഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു. നമ്മളൊരു സീമക്കൊഞ്ഞാണ് ഇട്ടത്. ചെറിയ തൽക്കാലം നമ്മളൊരു സീമക്കൊഞ്ഞൻ്റെ ബടി ഇങ്ങനെ വെക്കുക. ഇവിടെ നമ്മളൊരു കുഴിക്കുക. ഇവിടെയാണ് കുഴിക്കേണ്ടത്. ഇങ്ങനെ ഇത്ര കുഴി നമ്മളിങ്ങനെ കുഴിക്കുക. ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടികൾ ഇങ്ങനെ ചാണകപ്പൊടി ഇടുക. ഇതിവിടെ വെക്കുക. നമ്മളിത് കെട്ടി കഴിക്കുക. എകരം കുറവുള്ള വള്ളിത്തലിയാണിത്. ഇതാണ് നമുക്ക് ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ നമുക്കിത് നല്ല വരുമാനം ഉണ്ടാക്കി തരും നല്ലോണം. അപ്പോൾ ഇത് കെട്ടി കഴിക്കുന്നതാണ്. ചാണകപ്പൊടിയാണ് വെച്ച് കെട്ടേണ്ടത്. ഇങ്ങനെ കെട്ടിയും കഴിക്കും നമ്മൾ. പേര് കണ്ടിക്കങ്ങൾ നല്ല പേര് കണ്ടിക്കല്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മുറുക്കി പിടിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ തന്നെ കുണ്ടിൽ ഇങ്ങനെ അവിടെ വെക്കുക. പേര് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടിക്കങ്ങൾ പേര് കണ്ടിക്കല്ല നിങ്ങൾ. ഇനി നമ്മൾ ശേഷം ചാണകപ്പൊടി അതിൽ ചാണകപ്പൊടി ആ വേരിന് കണക്കാക്കി ഇങ്ങനെ അങ്ങ് ഇടുക. ഇത് കുറച്ച് മണ്ണ് നമ്മളിങ്ങനെ തട്ടിയിടുക. അത് ഈ അമർത്തേണ്ട ഒരൊത്ത മേടിയല്. ഇത് നമ്മളെന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക. അതാണ് നിങ്ങൾ അധികം മുറുക്കി കെട്ടാണ്ട് ഇങ്ങനെ പിരിച്ചിട്ടിട്ട് ഇങ്ങനെ കെട്ടുക. ഒരു കെട്ടും കൂടി നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇതിപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് നല്ല കായ് ഫലം തരും. ഇതാണ് നമ്മൾ കണ്ണിത്തല മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി നട്ടാൽ ഇനി നമുക്ക് കായലെന്ത് ചെയ്യുക, ഇത് സ്ഥലക്കാലികമായൊരു സീമക്കൊഞ്ഞ കൊടുത്താൽ ഇതിനേക്കാളും വലിയ സീമക്കൊഞ്ഞ കൊടുക്കാം നമുക്ക്. ഇതിപ്പം കായൽ മാറ്റുക. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും, ഇപ്പം മഴങ്ങ് പെയ്ത് ഇതിപ്പോൾ നല്ലോണം പൊടിപ്പ് ഇതായിക്കോളും. നല്ല മഴയെല്ലാം പെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഒരു 10-50 ആക്കിയെടുത്താൽ ചെറിയ വള്ളി ഉണ്ടാക്കാം, നമുക്ക് വലിയ വള്ളി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷിയിൽ നല്ലോണം മുന്നിട്ടിറങ്ങുക. എല്ലാവരും കൃഷിയിൽ മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് നല്ല ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. അതുമല്ല നല്ലൊരു വരുമാനം ഉണ്ടാവും. എല്ലാം കൊണ്ടും നമുക്ക് നല്ല ഉത്തരവാദപ്പെട്ട് നമ്മൾ കൃഷിയിൽ ഇറങ്ങിയാൽ നല്ല മെച്ചം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് കൃഷിയിൽ. നിങ്ങളുണ്ടോ, നമ്മൾ നേരം വെളുത്ത് മുന്തിയാവോളും പണിയും കാര്യം വന്നിട്ട് 5-6 മണി വരെ കൃഷിയിൽ തന്നെയാണ്. വള്ളിത്തല പന്നിയൂർ 1 കണ്ട, ഇതെല്ലാം വള്ളിത്തലിയാണ്. പന്നിയൂർ 1-ൻ്റെ ഉണ്ട്, പന്നിയൂർ 5-ൻ്റെ ഉണ്ട്. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് വള്ളി. അത് ഇതാണെങ്കിൽ ഇതിപ്പം ചട്ടിയിൽ ഇത് കുറേ അതായത് ഇതിപ്പം കണ്ണിത്തല മുറിച്ചിട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഇത് കണ്ണിത്തല ചട്ടിയിൽ മുറിച്ചിട്ടിട്ട് അത് ഉണ്ടെങ്കിൽ മുകളിൽ കണ്ണിത്തല ഇതുണ്ട. ഇതിപ്പോൾ 5-6 മാസമാക്കി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃഷിയിൽ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല വരുമാനം നേടും. എല്ലാവരും നല്ലോണം കൃഷിയിൽ നല്ലോണം കൃഷിയിൽ ഇറങ്ങി നല്ലോണം വരുമാനം കണ്ടെത്തുക. സന്തോഷങ്ങൾ